Dear students, part 1 തന്നെ രണ്ടാമത്തെ വീഡിയോ നോക്കാം. ഈ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രോകെമിക്കൽ സെൽസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പം ഇലക്ട്രോകെമിക്കൽ സെൽസ് രണ്ട് തരത്തിലുണ്ട്. ഗാൽവാനിക് സെൽസും ഇലക്ട്രോളിറ്റിക് സെൽസും. അപ്പം ഇലക്ട്രോളിറ്റിക് സെൽസ് ഗാൽവാനിക് സെൽസുമാണ്. രണ്ട് ക്ലാസിഫിക്കേഷനാണ് ഇലക്ട്രോകെമിക്കൽ സെൽസിലുള്ളത്. അപ്പോൾ ഗാൽവാനിക് സെൽസിനെ കെമിക്കൽ സെൽസും കോൺസെൻട്രേഷൻ സെൽസ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. There are two types of galvanic cells, that is chemical cells and concentration cells. Again, these chemical cells can be divided into two types, that is chemical cells without transport and chemical cells with transport. And similarly, the concentration cells can also be divided into two, that is electrode concentration cells and electrolyte concentration cells. In electrode concentration cells, amalgam concentration cells and gas concentration cells ഉണ്ട്. അതുപോലെ തന്നെ electrolyte concentration cells concentration cells without transport and concentration cells with transport ഉണ്ട്. അപ്പം നമുക്ക് ആദ്യമേ നോക്കാം electrochemical cells, page number 152. അപ്പോൾ electrochemical cell എന്ന് പറഞ്ഞാൽ it is defined as a system consisting of two metallic electrodes dipped into the same or different electrolytes in electrical communication. അപ്പം ഇതിൽ രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്, രണ്ട് മെറ്റൽ ഇലക്ട്രോഡ്സ് ഉണ്ട്. ഈ രണ്ട് മെറ്റൽ ഇലക്ട്രോഡ്സ് ഒന്നെങ്കിൽ ഒരേ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഈ രണ്ട് ഇലക്ട്രോഡ്സും തമ്മിൽ ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റും ഉണ്ട്. ഒരു മെറ്റൽ വയറും എന്തെങ്കിലും വെച്ചിട്ട് ഈ രണ്ട് ഇലക്ട്രോഡ്സിനെ കണക്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇലക്ട്രോകെമിക്കൽ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോകെമിക്കൽ സെൽസ് രണ്ട് തരത്തിലുണ്ട്, ഇലക്ട്രോലൈറ്റ് സെൽസും ഗാൽവാനിക് അല്ലെങ്കിൽ വോൾട്ടായിക് സെൽസും. അപ്പം ഇലക്ട്രോലിറ്റിക് സെൽസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ these are cells in which electrical energy is consumed to bring about a chemical change. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇലക്ട്രിക്കൽ എനർജി ഇങ്ങനെ ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിലേക്ക് ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്തിട്ട് ആ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്ത് ഒരു കെമിക്കൽ ചേഞ്ച് അവിടെ നടക്കുന്നു. അതാണ് ഇലക്ട്രോലിറ്റിക് സെൽസ്. അപ്പം ഹെൻസ് ഇൻ സച്ച് സെൽസ് എനർജി കൺസ്യൂമിങ് energy consuming for electrochemical changes. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്തിട്ട് ആ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസ് ഈ സെൽസിൽ ഉണ്ടാക്കുന്നു. അതാണ് ഇലക്ട്രോലിറ്റിക് സെൽസ് ചെയ്യുന്നത്. ഇനി ഗാൽവാനിക് സെൽസ് അല്ലെങ്കിൽ വോൾട്ടായിക് സെൽസ് എന്താണ് ചെയ്യുന്നത് നോക്കാം. In galvanic or voltaic cells, chemical energy is converted into electrical energy. അപ്പം കെമിക്കൽ എനർജിയാണ് ഈ ടൈപ്പ് ഓഫ് സെൽസിൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ സെൽസ് ഇൻ വിച്ച് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ബൈ വെർച്യൂ ഓഫ് എനി കെമിക്കൽ ഓർ ഫിസിക്കൽ ചേഞ്ച് വിത്തിൻ ദ സെൽ. ഈ സെല്ലിൻ്റെ അകത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ചിൻ്റെ ഒരു റിസൾട്ടായിട്ട് അതിൻ്റെ ഉള്ളിലെ ആ കെമിക്കൽ എനർജിയിൽ നിന്നും നമ്മൾ ഇലക്ട്രിക്കൽ എനർജി എടുക്കുന്നു. അതാണ് ഗാൽവാനിക് അല്ലെങ്കിൽ വോൾട്ടായിക് സെൽസിൻ്റെ റോൾസ്. ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഇൻ ഗാൽവാനിക് സെൽ ഈസ് ഡിക്രീസ് ഇൻ ഫ്രീ എനർജി. അപ്പോൾ ഈ കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് എന്തായിരിക്കും? ഡിക്രീസ് ഇൻ ഫ്രീ എനർജി ആയിരിക്കും. അപ്പോൾ ഈ ഫ്രീ എനർജിയെയാണ് ശരിക്കും കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദ ഫ്രീ എനർജി ചേഞ്ച് ഈസ് ബീങ് കൺവേർട്ടഡ് ഇൻ ടു chemical energy in galvanic or voltaic cells. So the galvanic cells serves as a source of electricity, whereas electrolytic cells cannot.
അപ്പോൾ നമ്മളുടെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിലും മറ്റുമൊക്കെയുള്ള ഈ ബാറ്ററീസും ഇതൊക്കെയെല്ലാം ഈ ഗാൽവാനിക് സെൽസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ എന്താ ശരിക്കും കെമിക്കൽ റിയാക്ഷൻസിൽ നിന്നും നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അതെല്ലാം ഗാൽവാനിക് സെൽസ് ആണ്. അപ്പം ദ സോഴ്സ് ഓഫ് electricity where the galvanic cells where the chemical energy is being converted into electrical energy. അതേസമയം ഇലക്ട്രോളിറ്റിക് സെൽസിന് ഒരിക്കലും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ റിയാക്ഷൻ റിവേഴ്സ് ആണ്. അതായത് ഇലക്ട്രിസിറ്റിയിൽ നിന്നും കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ഇലക്ട്രോളിറ്റിക് സെൽസിൽ. ഇനി ഗാൽവാനിക് സെൽസ് എന്താണെന്ന് നോക്കാം. A galvanic cell is a device in which free energy of a physical or chemical process is converted into electrical energy. ഒരു ടിപ്പിക്കൽ ഗാൽവാനിക് സെല്ല് ഫിഗർ 3.1 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു സിങ്ക് റോഡ് ഒരു സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോഡ്സും തമ്മിൽ ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട് അല്ലേ. ഒരു വയർ യൂസ് ചെയ്ത് ഒരു വോൾട്ടാമീറ്റർ വഴി ഇത് കണക്ട് ചെയ്തിരിക്കുവാണ്. അപ്പം ഇത് കൂടാതെ ഈ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് കൂടാതെ ഒരു ഇൻറ്റേർണൽ കോണ്ടാക്റ്റ് ഉണ്ട്. ഇത് കണ്ടോ, ഈ ഒരു ഷേപ്ഡ് ട്യൂബ്, ഇതാണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ സിങ്ക് നെഗറ്റീവ് ചാർജാണ്, അതായത് ഇത് ആനോഡായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. സിങ്ക് ഈസ് ആക്ടിങ് ആസ് എൻ ആനോഡ് ആൻഡ് കോപ്പർ ഈസ് ആക്ടിങ് ആസ് എ കാഥോഡ് ഹിയർ. അപ്പം ആനോഡിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കും, കാഥോഡിൽ റിഡക്ഷൻ റിയാക്ഷൻ. നിങ്ങളൊരു ഈ ഓർക്കാൻ എളുപ്പമായിട്ട് ഈ ടേംസ് യൂസ് ചെയ്താൽ മതി. ഓക്സ് അല്ലെങ്കിൽ ആൻ ഓക്സും റെഡ് ക്യാറ്റ് അല്ലേ, റെഡ് ക്യാറ്റ്, ഈ രണ്ട് വേർഡ്സിൻ്റെയും ആദ്യത്തെ ടേംസ് യൂസ് ചെയ്താൽ മതി. റെഡ് ക്യാറ്റും ആൻ ഓക്സും യൂസ് ചെയ്താൽ മതി. അപ്പം ഓക്സിഡേഷൻ റിയാക്ഷൻ ഓൾവേസ് occurs at the anode and reduction occurring at the cathode. അപ്പോൾ ദിസ് ഈസ് എ ടിപ്പിക്കൽ ഗാൽവാനിക് സെൽസ്. അപ്പോൾ ഇത് വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് വരയ്ക്കാവുന്നതേ ഉള്ളൂ. വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്കീമാറ്റിക്കലി റെപ്രസെൻറ്റ് ഗാൽവാനിക് സെൽ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് വരച്ചാൽ മതി. അപ്പോൾ ഇനി നോക്കുക, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. എ ബാർ ഓഫ് സിങ്ക് മെറ്റൽ ആനോഡ് ഈസ് പ്ലേസ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ ദ ലെഫ്റ്റ് കണ്ടെയ്നർ. ഈ ലെഫ്റ്റ് കണ്ടെയ്നറിൽ സിങ്ക് മെറ്റൽ ആനോഡ് ഇസ് ഡിപ്ഡ് ഇൻ zinc sulfate solution and a bar of copper cathode is immersed in copper sulfate solution in the right container. The zinc and copper electrodes are joined by a copper wire. That is external electrical connection. Zinc copper electrodes ഒരു copper wire use ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ a salt bridge containing KCl interconnects a solution in the anode compartment and the cathode compartment. ഇനി ഇതിൻ്റെ സെൽ റിയാക്ഷൻസ് നോക്കിക്കേ. ഓക്സിഡേഷൻ ഹാഫ് സെല്ലിലെ റിയാക്ഷൻ, അതായത് ആനോഡ് കമ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന റിയാക്ഷനാണ്. സിങ്ക് ഈസ് ബീങ് കൺവേർട്ടഡ് ഇൻ ടു സിങ്ക് 2++2 ഇലക്ട്രോൺസ്. ഇപ്പോൾ റിഡക്ഷൻ ഹാഫ് സെല്ലിലാണെങ്കിൽ അതായത് ഇതിൻ്റെ കാഥോഡ് കമ്പാർട്ട്മെൻറ്റിൽ Cu2+ accepts 2 electrons and is being converted into copper അല്ലേ. അപ്പം ഇതിൽ കണ്ടോ ഒരു ടിപ്പിക്കൽ ഗാൽവാനിക് സെൽസ് ആണ്. അപ്പോൾ ഇതിൽ സിങ്ക് ഇലക്ട്രോഡും കോപ്പർ ഇലക്ട്രോഡും കാണിച്ചിട്ടുണ്ട്. ഒരു ഇലക്ട്രോഡ് ഒരു മെറ്റൽ പ്ലേറ്റ് ആയിട്ടാണ് ഇലക്ട്രോഡിൻ്റെ ഷേപ്പ്. കണ്ടോ ഒരു റെക്റ്റാങ്കുലർ മെറ്റൽ പ്ലേറ്റ് ആയിട്ട്. അപ്പം ഈ റിയാക്ഷൻ കഴിയുമ്പോഴത്തേക്കിനും ഇതെന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ സിങ്ക് ആനോഡ് തിന്നായിട്ട് വരും. അതതിൻ്റെ ഷേപ്പ് കുറഞ്ഞത് ചെറുതായി വരും. ഇത് കോപ്പർ ആനോഡ് കാഥോഡ് തിക്കായിട്ടും വരും. കാരണം എന്താണെന്ന് വെച്ചാൽ
ഈ സിങ്ക് ഇലക്ട്രോഡിൽ നിന്നും സിങ്ക് അയോൺസ് സൊല്യൂഷനിലോട്ട് ഡിസോൾവ് ചെയ്യുകയാണ്. സിങ്ക് 2+ ആയിട്ട് ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സിങ്ക് മെറ്റൽ തിന്നായിട്ട് വരും. നമുക്ക് ഈ പിക്ചറിൽ കാണാം സിങ്കിൻ്റെ ഷേപ്പ് മാറിയത് തിൻ ആയിട്ട് വന്നു. ഈ ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്ത് ഈ പോർഷൻ തിന്നായിട്ട് വന്നു. അതേസമയം കോപ്പർ കാഥോഡ് ആണെങ്കിൽ തിക്കായിട്ട് വന്നത്. അതായത് സൊല്യൂഷനിൽ നിന്നും കൂടുതൽ കോപ്പർ അയോൺസ് കോപ്പർ ഇലക്ട്രോഡിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടു അല്ലേ. ഇതിൻ്റെ ഇലക്ട്രോൺസ് വാങ്ങിച്ചിട്ട് ഈ ഇലക്ട്രോഡ് പോർട്ടിലുള്ള ഇലക്ട്രോൺസിനെ അത് വാങ്ങിച്ചിട്ട് അത് റിഡക്ഷൻ നടന്നു. അപ്പോൾ മെറ്റലിലേക്ക് കൂടുതൽ കോപ്പർ ആറ്റംസ് ഡിപ്പോസിറ്റ് ആയി. അപ്പോൾ കോപ്പർ കാഥോഡ് തിക്കായിട്ട് വരും. ഇതാണ് ഗാൽവാനിക് സെല്ലിൽ ശരിക്കും നടക്കുന്ന ഒരു റിയാക്ഷൻ. So any galvanic cell has 2 electrodes or half cells. So in the above example, each metal rod in contact with a specified concentration of its own ions in aqueous solution constitutes a single electrode half cell. അപ്പോൾ ഇനി ഈ ഇലക്ട്രോഡ് റിയാക്ഷനെ നമ്മൾ ഒരു റെപ്രസെൻ്റ് ചെയ്തിരിക്കും. ഈ സെൽ ഒരു സെൽ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ സിങ്ക് ഫസ്റ്റ് വി റെപ്രസെൻറ്റ് ദ ഇലക്ട്രോഡ് അല്ലേ, സോളിഡ് ഇലക്ട്രോഡിനെ റെപ്രസെൻറ്റ്, അതായത് സിങ്ക് സെമിക്കോളൻ Zn2+ aqueous 1 molar. നമ്മൾ എടുത്തിരിക്കുന്ന സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ 1 molar ആയതുകൊണ്ടാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ 1 molar എന്ന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് കോപ്പർ സെമിക്കോളൻ Cu2+ aqueous 1 molar. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് ഹാഫ് സെൽസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ the electrode at which oxidation takes place is called the anode, and the electrode at which reduction takes place is called the cathode. അപ്പോൾ ഇവിടെ ഏതാണ് ആനോഡും കാഥോഡും? അപ്പം ഓക്സിഡേഷൻ നടക്കുന്ന സെൽ ഏതാണ് ഇതിൽ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലേ. അപ്പോൾ സിങ്ക് ഇലക്ട്രോഡാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പോൾ സിങ്ക് ഈസ് ബീങ് കൺവേർട്ടഡ് ടു Zn2+ ആൻഡ് 2 ഇലക്ട്രോൺസ്. അപ്പോൾ ഇതാണ് ആനോഡ്. ഇനി കാഥോഡ് എന്ന് പറയുന്നത് കോപ്പർ ഇലക്ട്രോഡാണ്. അപ്പോൾ കോപ്പറിൽ ശരിക്കും റിഡക്ഷൻ നടക്കും, അതായത് 2 ഇലക്ട്രോൺസ് ഈസ് ബീങ് അക്സെപ്റ്റഡ് ബൈ ദ Cu2+ ions, and therefore the copper metal formed is being deposited over the copper electrode. അതുകൊണ്ടാണ് ഈ കോപ്പർ ഇലക്ട്രോഡ് കട്ടി കൂടി കൂടി വരുന്നത് റിയാക്ഷന് ശേഷം. സോ the electrode half cell reactions and the net cell reactions are given below. കണ്ടോ, ഇലക്ട്രോഡ് ഹാഫ് സെൽ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അറ്റ് ആനോഡ് ഓക്സിഡേഷൻ ഒക്കേഴ്സ്, അതായത് സിങ്ക് ഗിവിങ് സിങ്ക് 2+ + 2 ഇലക്ട്രോൺസ്. കാഥോഡിലാണെങ്കിലോ കോപ്പർ Cu2+ accepts 2 electrons and forms Cu solid. This is the reduction. നെറ്റ് റിയാക്ഷൻ നോക്കിക്കേ. നെറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഉള്ള ടേംസ് എല്ലാം നമ്മൾ സം ചെയ്ത് എഴുതുവാണ്. അപ്പം ഈ രണ്ട് ടേംസ് ഇക്വേഷൻ സം ചെയ്താൽ ഈ 2 ഇലക്ട്രോൺസ് രണ്ട് സൈഡിലുള്ള 2 ഇലക്ട്രോൺസ് അങ്ങ് ക്യാൻസൽ ആയിപ്പോവും. അപ്പം നമുക്ക് കിട്ടുന്ന നെറ്റ് റിയാക്ഷൻ ഇക്വേഷൻ ഇതാണ്: സിങ്ക് സോളിഡ് പ്ലസ് 2 Cu2+ aqueous ഗിവിങ് Zn2+ aqueous പ്ലസ് 2 Cu solid. അപ്പോൾ ഇതാണ് നെറ്റ് റിയാക്ഷൻ. അതായത് ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ അല്ലേ. അപ്പം റിഡോക്സ് റിയാക്ഷനിൽ സിങ്ക് ഈസ് ഓക്സിഡൈസ്ഡ് ടു സിങ്ക് 2+ ആൻഡ് കോപ്പർ ഈസ് റെഡ്യൂസ്ഡ് ടു Cu2+ is reduced to Cu in the solid state. So this is a redox reaction. അപ്പം ഇതാണ് ഗാൽവാനിക് സെല്ല്. അപ്പോൾ ഗാൽവാനിക് സെല്ലിൻ്റെ വേറൊരു പേര് എന്തായിരുന്നു? ഗാൽവാനിക് സെൽ ഈസ് ഓൾസോ കോൾഡ് ആസ് വോൾട്ടൈക് സെൽസ് അല്ലേ. ഇപ്പം സ്കീമാറ്റിക്കലി റെപ്രസെൻ്റ് എ വോൾട്ടൈക് സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ എന്ന് ചോദിച്ചാൽ യു ഹാവ് ടു ഡ്രോ ദിസ് പിക്ചർ and you have to explain the parts, label the parts. Okay, salt bridge ഒക്കെ important ആണ്. അതുപോലെ ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്, അതിൻ്റെ കണക്ഷൻ, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ, ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുക നിങ്ങളുടെ പേപ്പറിൽ.
ഇനി നമുക്ക് നോക്കാം ഒരു ഡാനിയൽ സെൽ എന്ന് വെച്ചാൽ എന്താണ്. ഇപ്പോൾ ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് സെയിം ആസ് ദിസ് ഗാൽവാനിക് സെൽ, ബട്ട് ചെറിയ ഡിഫറൻസ് ഉണ്ട്. A Daniel cell consists of a zinc electrode immersed in zinc sulfate solution and a copper electrode immersed in a copper sulfate solution. So porous port is used instead of salt bridge. അപ്പോൾ ഇവിടെ സോൾട്ട് ബ്രിഡ്ജിന് പകരം ഒരു പോറസ് പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇറ്റ് ഈസ് യൂസ് ടു സെപ്പറേറ്റ് ദ ടു സൊല്യൂഷൻസ്, അതായത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഇത് കണ്ട് ഒരു പോറസ് പോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഡാനിയൽ സെൽസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ ഒരു വലിയ കണ്ടെയ്നർ എടുത്തു. ഈ വലിയ കണ്ടെയ്നറിൻ്റെ അകത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഫില്ല് ചെയ്തു. ഓക്കെ, അപ്പം അതിലേക്ക് നമ്മളൊരു കോപ്പർ റോഡ് ഇമേഴ്സ് ചെയ്ത് വെച്ചു. ഇനി ഈ കണ്ടെയ്നറിലേക്ക് ഒരു പോറസ് പോട്ട് ഇറക്കി വെച്ചിരിക്കുക. ഈ പോറസ് പോട്ടിൻ്റെ അകത്ത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനാണ്. അപ്പോൾ ഈ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ഒരു സിങ്ക് റോഡ് ഇമേഴ്സ് ചെയ്തിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. കാരണം എന്താ? കാരണം ഇത് പോറസ് ആണ്. അപ്പോൾ പോറസ് എന്ന് പറയുമ്പോൾ അയോൺസിനെ ഇൻ്റർചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അപ്പം സൾഫേറ്റ് അയോൺസിന് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സിങ്ക് അയോൺസിന് തിരിച്ചും പോകാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് ഇതിലൊരു ഇലക്ട്രിക്കൽ കണക്ഷൻ ഉണ്ട്. ഇതിന് സോൾട്ട് ബ്രിഡ്ജിൻ്റെ ആവശ്യമില്ല. സോൾട്ട് ബ്രിഡ്ജ് എന്തിനാണെന്ന് വെച്ചാൽ ഈ രണ്ട് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കാനായിട്ടാണ് സോൾട്ട് ബ്രിഡ്ജ്. അപ്പം സോൾട്ട് ബ്രിഡ്ജിന് പകരം ഒരു പോറസ് പോട്ട് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് വിൽ ഓൾസോ പ്ലേ ദ സെയിം ഫങ്ഷൻ ആസ് എ സോൾട്ട് ബ്രിഡ്ജ്. So this is the schematic representation of a Daniel cell. So the electrode reactions and the net cell reactions are given below. At anode എന്താ സംഭവിക്കുന്നത്? Zinc is being oxidized to zinc 2+ ion. കാഥോഡിലാണെങ്കിൽ the Cu2+ ions is being reduced to the solid copper atomic state. അപ്പം ഈ രണ്ട് റിയാക്ഷൻസും, ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷനും ഇതിൻ്റെ നെറ്റ് സമ്മാണ് നെറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്, അതായത് ദ റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഇതിൽ സിങ്ക് സോളിഡ് പ്ലസ് Cu2+ അക്വസ് ഗിവിങ് Zn2+ അക്വസ് പ്ലസ് Cu സോളിഡ്. അപ്പോൾ Zn2+ ആണ് ഇവിടെ കേട്ടോ. അപ്പം ഇതാണ് നെറ്റ് സെൽ റിയാക്ഷൻ. ഇനി ഇതിൻ്റെ സോൾട്ട് ബ്രിഡ്ജ് എന്താണെന്നുള്ളത് നോക്കാം. സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് ദ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഹാഫ് സെൽസ് ഓഫ് എ ഗാൽവാനിക് സെൽ. ഒരു രണ്ട് ഹാഫ് സെൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഓക്സിഡേഷൻ ഹാഫ് സെല്ലും റിഡക്ഷൻ ഹാഫ് സെല്ലും. ഈ രണ്ട് ഹാഫ് സെൽസ് തമ്മിൽ കണക്റ്റ് ചെയ്യാനാണ് ഈ സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഇങ്ങനെ കണക്റ്റ് ചെയ്താലത്തെ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് മെയിൻറ്റെയിൻസ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. So salt bridge is used to maintain the electrical neutrality within the internal circuit and preventing the cell from rapidly running its reaction to equilibrium. അപ്പോൾ ഒരു സെൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലോട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി കിട്ടത്തില്ല. ഓക്കെ, അപ്പം പെട്ടെന്ന് അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സെൽ റിയാക്ഷൻ ഒന്നും നടക്കാനില്ല. സെൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ, റിഡോക്സ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം സോൾട്ട് ബ്രിഡ്ജ് ഇറ്റ് പ്രിവെൻറ്റ്സ് ദ സെൽ ഫ്രം റാപ്പിഡ്ലി റണ്ണിങ് ഇറ്റ്സ് റിയാക്ഷൻ ടു ഇക്വിലിബ്രിയം. പിന്നെ ഇഫ് നോട്ട് സോൾട്ട് ബ്രിഡ്ജ് ഇസ് പ്രസൻറ്റ്, ദ സൊല്യൂഷൻ ഇൻ വൺ ഹാഫ് സെൽ വുഡ് അക്യുമുലേറ്റ് നെഗറ്റീവ് ചാർജ് ആൻഡ് ദ അതർ ഹാഫ് സെൽ വുഡ് അക്യുമുലേറ്റ് പോസിറ്റീവ് ചാർജ് ആസ് ദ റിയാക്ഷൻ പ്രൊസീഡ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് സോൾട്ട് ബ്രിഡ്ജിൻ്റെ റൂൾസ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സെക്ഷൻ 3.8.3 ഇത് കാണാം. അടുത്ത വീഡിയോസിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അടുത്ത സെക്ഷനിൽ കമ്പാരിസൺ ബിറ്റ്വീൻ ഗാൽവാനിക് സെൽ ആൻഡ് ഇലക്ട്രോളിറ്റിക് സെല്ല് ഇത് പഠിക്കണം. ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞപ്പം നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. ഒരു മെറ്റൽ ഇസ് ഡിപ്ഡ് ഇൻ ഇറ്റ്സ് അയോണിക് സൊല്യൂഷൻ, അനദർ മെറ്റൽ ഇൻ ഇറ്റ്സ് ഓൺ അയോണിക് സൊല്യൂഷൻ. ഇത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ റിഡോക്സ് റിയാക്ഷൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? ഇലക്ട്രിസിറ്റി
ഫ്ലോ ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് വോൾട്ടാമീറ്റർ ഇതിൻ്റെ ഇടയ്ക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ റീഡിങ്ങിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഇത് എത്ര വോൾട്ട് ഈ സെല്ല് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൽ കാഡ്മിയം ആനോഡാണ്. കാഡ്മിയം ആനോഡ് ഒരു കാഡ്മിയം അയോൺ സൊല്യൂഷൻ 1 മോളാർ കാഡ്മിയം അയോൺ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കോപ്പർ കാഥോഡ് 1 മോളാർ Cu2+ അയോൺ സൊല്യൂഷനിലുണ്ട്. പിന്നെ ഒരു സോൾട്ട് ബ്രിഡ്ജും ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്തിരിക്കുകയാണ് ഒരു വയർ യൂസ് ചെയ്ത് ഒരു വോൾട്ടാമീറ്റർ ത്രൂ എ വോൾട്ടാമീറ്റർ. ഇപ്പോൾ ഈ വോൾട്ടാമീറ്ററിൽ റീഡിങ്ങും നിങ്ങൾക്ക് കാണാം 0.74 വോൾട്ട്. അപ്പോൾ ഇത്രയും വോൾട്ടാണ് ഈ സെല്ല് തരുന്നത്. സോ ഇതിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷനിൽ നിന്നും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ chemical energy or this free energy change of this reaction is being converted into the electrical energy. ഇതാണ് ഒരു typical galvanic cell. ഇനി ഇലക്ട്രോളിറ്റിക് സെല്ല് നോക്കിക്കേ. ഇത് ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഇവിടെ കാണാൻ പറ്റും ഒരു ഔട്ടർ സപ്ലൈ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഉണ്ട് അല്ലേ. ഈ സെല്ലിൽ നമ്മളൊരു പ്ലഗ് പോർട്ടിലോട്ട് ഇത് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സെൽസിൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോളിസിസ് റിയാക്ഷൻ നടക്കുക ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഇലക്ട്രിക്കൽ എനർജി ഈസ് ബീങ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി ഇൻ ദിസ് ഇലക്ട്രോളിറ്റിക് സെൽ. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു ഡിഫറൻസ് മനസ്സിലായല്ലോ. സോ we will go to the explanation part. A comparison between galvanic cell and electrolytic cell. Here, the signs of the anode and cathode in the voltaic or galvanic cells are opposite to those in the electrolytic cells. അപ്പോൾ ഇതിൽ ഫസ്റ്റിൽ ഗാൽവാനിക് സെല്ലിൽ കണ്ടോ, ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് സെല്ലിൽ കാഥോഡ് കാഡ്മിയം ആയിരുന്നു, ആനോഡ് കാഡ്മിയം ആയിരുന്നു. അപ്പോൾ കാഡ്മിയം Cu2+ ഫോം ചെയ്ത് 2 ഇലക്ട്രോൺസിനെ ഇവിടെ കൊടുത്തു അല്ലേ. അപ്പോൾ Cu2+ ആയിട്ട് ഈ സൊല്യൂഷനിലോട്ട് ഈ കാഡ്മിയം അയോൺസ് ഡിസോൾവ് ആയി. അപ്പോൾ ഈ ഇലക്ട്രോഡ് ശരിക്കും 2 ഇലക്ട്രോൺസ് ഉണ്ട്, അത് എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഇതിലുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാതെ ഇതുവഴി ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഇത് കാഥോഡിലെത്തും. അപ്പോൾ കാഥോഡിൽ എന്ത് റിയാക്ഷൻ നടക്കണേ? സൊല്യൂഷനിലുള്ള ഈ കോപ്പർ അയോൺസ് ഈ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് ഈ ഇലക്ട്രോഡ് സർഫസിൽ കോപ്പർ ഡിപ്പോസിറ്റ് ആവണം അല്ലേ. അപ്പോൾ ഈ എക്സസ് വരുന്ന ഇലക്ട്രോൺസിനെ Cu2+ അയോൺസ് ഇൻ ദ സൊല്യൂഷൻ ബോറോ ചെയ്തിട്ട് അത് കോപ്പർ ആറ്റമായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആനോഡ് നെഗറ്റീവ് ചാർജും കാഥോഡ് പോസിറ്റീവ് ചാർജുമാണ്. കാരണം ഇതിൽ നിന്ന് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാഥോഡിൽ വരുന്ന ഇലക്ട്രോൺസിനെ ഈ സൊല്യൂഷനിലേക്ക് കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് ചാർജ് വരുന്നത്. ഇനി ഗാൽവാനിക് സെൽസിനാണെങ്കിൽ ടെക്സ്റ്റിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, തിരിച്ചാണ് വരുന്നത്. അതായത് സൈൻ ഓഫ് ദിസ് ഇലക്ട്രോഡ്സ് ഇസ് ഓപ്പോസിറ്റ് ഹിയർ. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ നോക്കാം. ഇതിൽ ഇത് കൺഫ്യൂസ്ഡ് ആവരുത്. ഇതിൽ കാഥോഡിൽ ശരിക്കും പറഞ്ഞാൽ ഒരു റിഡക്ഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. അതായത് കാഡ്മിയം 2+ അയോൺസ് നമ്മൾ ഇലക്ട്രിസിറ്റി എക്സ്റ്റേണൽ ഇലക്ട്രിസിറ്റി ഇവിടെ കൊടുക്കുമ്പം ഇതിൽ ഇലക്ട്രോൺസ് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ റിഡക്ഷൻ റിയാക്ഷൻ നടക്കും. Cd2+ അയോൺസ് സൊല്യൂഷനിൽ നിന്നും 2 ഇലക്ട്രോൺസ് ഇലക്ട്രോഡ്സിൽ നിന്നും വാങ്ങിച്ചിട്ട് ഈ സൊല്യൂഷനിലെ കാഡ്മിയം 2+ അയോൺസ് ഇലക്ട്രോഡ് സർഫസിൽ ഡിപ്പോസിറ്റ് ആവും. അപ്പോൾ കാഡ്മിയം സോളിഡായി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ് വരണം. ആഫ്റ്റർ ദ റിയാക്ഷൻ ദർ ഷുഡ് ബി പോസിറ്റീവ് ചാർജ്. അതുപോലെ ആനോഡിലാണെങ്കിൽ ആദ്യത്തെ റിയാക്ഷനിൽ നിന്നും റിവേഴ്സാണ് നടക്കുന്നത് അല്ലേ. കോപ്പർ solid is being converted to Cu2+ and 2 electrons. ഇപ്പോൾ ഗാൽവാനിക് സെൽസിനാണെങ്കിൽ Cu2+ 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പർ സോളിഡായി. പക്ഷേ ഇലക്ട്രോളിറ്റിക് സെൽസിലാണെങ്കിലോ ഇവിടെ പോസിറ്റീവ് ടെർമിനലാണ് ഇവിടെ കണക്ട് ചെയ്ത് വന്നു. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ടെർമിനലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ആസ് എ റിസൾട്ട് Cu സോളിഡ് 2 ഇലക്ട്രോൺസിനെ അങ്ങോട്ട് കൊടുക്കും. ബിക്കോസ് ദിസ് ഇസ് ഡെഫിഷ്യൻ്റ് ഓഫ് ചാർജ് അല്ലേ. അപ്പം ഈ സൊല്യൂഷനിലുള്ള
ഇത് ഇലക്ട്രോഡ്സിലുള്ള കോപ്പർ സൊല്യൂഷനിലേക്ക് Cu2+ അയോൺസിനെ ഡൊണേറ്റ് ചെയ്തിട്ട് അത് സൊല്യൂഷനിലോട്ട് ഡിസോൾവ് ചെയ്ത് ചേരും. അതാണ് ആനോഡ് റിയാക്ഷൻ ഇൻ ഇലക്ട്രോലിറ്റിക് സെൽസ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇനി എങ്ങനെ ഒരു സെൽ റിയാക്ഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അത് IUPAC കൺവെൻഷൻ അനുസരിച്ച് എങ്ങനെയാണ് സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പോൾ സിങ്ക് ഇലക്ട്രോ ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ്, കോപ്പർ ഇലക്ട്രോ ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനുണ്ട്. അപ്പം IUPAC കൺവെൻഷൻ അനുസരിച്ച് ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് സെല്ലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് സിങ്ക് ബാർ Zn2+1 മോളർ. 1 മോളാർ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ. പിന്നെ ഒരു പാരലൽ ലൈൻ നിങ്ങൾക്ക് കാണാം, 2 ലൈൻസ്. അപ്പോൾ ഇത് ഈ ഡബിൾ പാരലൽ ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് സോൾട്ട് ബ്രിഡ്ജിനെയാണ്. ഈ സോൾട്ട് ബ്രിഡ്ജിന് ശേഷം നമ്മൾ അടുത്ത ഹാഫ് സെല്ലിലെ ഇലക്ട്രോലൈറ്റ് പാർട്ടിനെയാണ് ആദ്യം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഇൻ്റർഫേസ് ലെയർ കഴിഞ്ഞിട്ട് മെറ്റൽ ഇലക്ട്രോഡ് പാർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് IUPAC കൺവെൻഷൻ യൂസ് ചെയ്ത് നമ്മളൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്ത രീതി. So the double vertical line is actually representing the salt bridge. For a single vertical line it represents the interface between the electrode and the electrolyte. But this is the left half cell and this part is the right half cell. ഇപ്പോൾ ഈ 2 ഹാഫ് സെൽസ് കൂടിയിട്ടാണ് നമ്മളൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് കിട്ടുന്നത് അല്ലേ. അപ്പം ഇപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് റെപ്രസെൻറ്റേഷൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇലക്ട്രോഡ് എന്താണ്, അതിൽ ഇലക്ട്രോലൈറ്റ് എന്താണ്, അതിൽ കോൺസെൻട്രേഷൻ എന്താണ്, ഇതിൽ സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സെൽ റെപ്രസെൻറ്റേഷൻ യൂസിങ് IUPAC കൺവെൻഷൻ വെച്ചിട്ടുള്ള സെൽ റെപ്രസെൻറ്റേഷന് നമുക്ക് മനസ്സിലാക്കാം. ഇനി EMF ഓഫ് എ സെൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ EMF ഓഫ് എ സെല്ല് നമുക്ക് കിട്ടുന്നത് EMF ഓഫ് ദ E ഓഫ് ദ കാഥോഡ് മൈനസ് E ഓഫ് ദ ആനോഡാണ്. ഓക്കെ, അപ്പം E എന്ന് പറയുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. ശരിക്കും റിഡക്ഷൻ പൊട്ടൻഷ്യൽ അറ്റ് 1 ഇലക്ട്രോഡ് അറ്റ് 1 ഹാഫ് സെൽ മൈനസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ അതർ ഹാഫ് സെൽ. അപ്പം E ഓഫ് എ സെല്ല് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പം ഇതിന് ഇപ്പോൾ കാഥോഡിൽ റൈറ്റ് സൈഡിൽ എടുക്കുന്നതുകൊണ്ട് ER മൈനസ് EL എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. യു ക്യാൻ ഓൾസോ ചേഞ്ച്, ഇതൊരു ജനറൽ കൺവെൻഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ ആസ് പെർ ദ കൺവെൻഷൻ ദ ലെഫ്റ്റ് ഹാൻഡ് ഹാഫ് സെൽ ഇൻവോൾവ്സ് ഓക്സിഡേഷൻ ആൻഡ് ദ റൈറ്റ് ഹാൻഡ് ഹാഫ് സെൽ ഇൻവോൾവ്സ് റിഡക്ഷൻ. സോ ദ EMF ഓഫ് ദ സെൽ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ half cell potentials of the two cells, that is anode and the cathode, by using this formula. So ഇതിൽ ER and EL the reduction potential at the right hand and the left hand of electrodes respectively. അപ്പം ഇതൊന്ന് ഓർത്തോണം. എങ്ങനെ നമുക്ക് സെൽ റെപ്രസെൻറ്റേഷൻ ചിലപ്പോൾ ചോദിക്കും. ചിലപ്പോൾ ഒരു ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വോൾട്ടായിക് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്കൊരു കംപ്ലീറ്റ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യാം, സെൽ കണ്ടെയ്നിങ് സോൾട്ട് ബ്രിഡ്ജ് എങ്ങനെ നിങ്ങൾ റെപ്രസെൻറ്റേഷൻ എഴുതും എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ഒന്ന് പഠിച്ചു വച്ചിരിക്കാം.